ഒരു ടൈറ്റ് ഫിറ്റ് ആകുന്ന ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് എന്റെ 220-യിലോ എന്റെ 180-യിലോ അൾട്രേഷൻ ചെയ്ത ബുള്ളറ്റിലോ ഏതെങ്കിലും അപ്പാച്ചിയിലോ ഏതെങ്കിലുമൊക്കെ യമഹ ബൈക്കിലോ ഒക്കെ കടന്നുപോയാൽ എന്നെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. കാരണം എന്റെ ബോഡി അത്ര സ്ട്രോങ് ആണ്. കാതലില്ലാത്ത മനസ്സുമായി കരുത്തുറ്റ ബോഡിയുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കാരം നടക്കുന്ന മനുഷ്യ 2-3 ദിവസത്തിന് മുമ്പ് എന്റെ വീട്ടിന്റെ പരിസരത്ത് കൂടി ഞാൻ പോകുമ്പോ ശാസ്താംകട്ട റോഡ്, ആ റോഡ് വല്ലാതെ ബ്ലോക്ക് ആവുകയാണ്. ധാരാളം ചെറുപ്പക്കാർ ആ റോഡിനെ ബ്ലോക്കാക്കിക്കൊണ്ട് ഒരുപാട് വാഹനങ്ങൾ ബൈക്കിലും കാറിലുമായി അതാ റോഡ് മുഴുവനും നിബിഡമായി കൊണ്ട് റോഡ് ബ്ലോക്കായി വാഹനങ്ങളെല്ലാം നിശ്ചലമാവുകയാണ്. നമ്മളറിയാത്ത പരിപാടി എന്താണ്? 2-3 കിലോമീറ്ററിന്റെ പരിസരത്തുള്ള ഈ പരിപാടി എന്താണെന്നറിയാൻ ഞാൻ ശ്രദ്ധിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ വരുന്ന വലിയ വിങ്ങിന്റെ പുറകിൽ അതാ ഒരു ആംബുലൻസ് കടന്നു വരികയാണ്. ഒരു വിലാപയാത്രയാണ്, ഒരു ശവമഞ്ച യാത്രയാണ്, ഒരു ശവത്തെ വിലാപയാത്രയായി കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തെയാണ് ഈ വിനീതൻ കാണുന്നത്. ആര് മരിച്ചു എന്ന് ചോദിച്ചപ്പോ അത്ഭുതത്തോടെ ആ വാർത്ത അറിയാൻ കഴിയുകയാണ്. ആ പരിസരത്ത് ജിംനേഷ്യം നടത്തുന്ന മാസ്റ്റർ, ബോഡി ഫിൽഡർ, എനിക്കറിയാം ആ വ്യക്തിയെ. ഒരു അന്യമത സഹോദരനായ രതീഷ് എന്ന പേരുള്ള ചെറുപ്പക്കാരൻ, ഏറിയാൽ 30-32 വയസ്സുള്ള ഒരു ബോഡി ഫിൽഡറായ ഒരു ജിംനേഷ്യം നടത്തുന്ന അതിന്റെ അമീർ, അതിന്റെ മെയിൻ ആള്, നടത്തിപ്പുകാരൻ, അയാൾ സൂയിസൈഡ് ചെയ്ത വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. അയാൾ ജീവിതം ഒടുക്കി ആത്മഹത്യ ചെയ്ത വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. എന്താ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തോ രോഗമുണ്ടായി. ആ രോഗത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ അത് ക്യാൻസർ ആണ് എന്ന് അതാ ഡോക്ടർ അതിന്റെ ആരംഭമാണ് എന്ന് പറയുകയുണ്ടായി. മസിൽ പവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിന് കരുത്തില്ലാത്തത് കൊണ്ട് അവനവന്റെ ജീവിതം മുടുക്കുകയും അപകടങ്ങളെ ചോദിച്ചു വാങ്ങുകയും ചെയ്തു. ചെറുപ്പക്കാരെ ചിന്തിക്കാനേറെയുണ്ട് ഈ പറഞ്ഞ ഈ വിനീതന്റെ പരിസരത്തുള്ള അനുഭവ കാഴ്ചയിൽ. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആത്മീയ അവബോധമുള്ള ഉറച്ച കാൽവെപ്പുകൾ നടത്താൻ കരുത്തുറ്റ ആത്മീയ ആർജവത്തിന്റെ പ്രതീകങ്ങളായ പടച്ചവനെ പേടിയുള്ള പരലോകത്തെ കാംക്ഷിക്കുന്ന, ഈ ദുനിയാവിന്റെ നിസാരതയും പരലോകത്തിന്റെ വിശാലതയും പ്രതീക്ഷിക്കുന്ന ഒരു പുതിയ ഒരു നവജാഗരണത്തിന് തയ്യാറെടുപ്പോടെ മുന്നോട്ട് വരാൻ കരുത്തുള്ള ആർജവമുള്ള ആത്മീയാവേശമുള്ള ഒരു സമൂഹത്തെയാണ് സമുദായത്തിന് ആവശ്യം.